ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പുട്ടാണ്. അത് ഈസി ആയിട്ട് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടത് എന്തൊക്കെയാ സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ ഗോതമ്പ് പൗഡർ 2 കപ്പ് ഹീപ്പായിട്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് വേണം, കോക്കനട്ട് തേങ്ങ വേണം, കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഹോട്ട് വാട്ടർ വേണം, പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ. ഇത്രയുമാണ് നമുക്ക് വീറ്റ് പുട്ട് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ആദ്യം നമുക്ക് ഈ ഗോതമ്പ് പൊടി 2 കപ്പ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു പാനിലിട്ടിട്ട് 2 മിനിറ്റ്സ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു ഉരുളിയിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗോതമ്പ് ഇട്ടിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നമ്മുടെ ഗോതമ്പ് പൊടി നല്ലോണം ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് നമ്മളൊരു വലിയൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ ഹോട്ട് വാട്ടർ, ലൈറ്റ് ചൂടേ ഉണ്ടാകാൻ പാടുള്ളൂ, അധികം ചൂടൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പുട്ടിന് മിക്സ് ചെയ്യുന്ന പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ടയൊക്കെ പിടിക്കുക, അതൊന്നും പേടിക്കണ്ട. നമുക്ക് ആദ്യം മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നമ്മുടെ പുട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് കട്ട പിടിച്ച പോലെ ഇരിക്കും. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് എടുത്തിട്ടിട്ട് നമുക്ക് വിപ്പ് ചെയ്ത് എടുക്കണം. നമ്മൾ പുട്ട് മിക്സ് ചെയ്തത് നമ്മുടെ മിക്സിയുടെ ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് കോക്കനട്ട് ഓയിൽ. നമ്മൾ എടുത്തു വെച്ചിരുന്ന കോക്കനട്ട് ഓയിൽ ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി, അതായത് നമ്മൾ ഫ്രൈ ചെയ്യാത്ത ഗോതമ്പ് പൊടിയും കൂടെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് ഗോതമ്പ് പൊടിയും കൂടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്യാത്ത ഗോതമ്പ് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. മിക്സ് ചെയ്ത ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ പൗഡറും കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വിപ്പ് ചെയ്ത് നമ്മുടെ മിക്സിയിലിട്ട് വിപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം. നമ്മൾ മിക്സിയിലിട്ട് പുട്ടിൻ്റെ പൗഡർ വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്തപ്പോൾ ഇരിക്കുന്ന സ്റ്റേജും നമ്മൾ വിപ്പ് ചെയ്തെടുത്തപ്പോഴും കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇനി നമുക്ക് ഇത് എല്ലാം മിക്സിയിലിട്ട് ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം. നമ്മുടെ പുട്ടിൻ്റെ പൊടിയെല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കോക്കനട്ട് തേങ്ങയും കൂടെ ആഡ് ചെയ്യാം.